ലോകം അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് തന്നെ ഈ ലോക മഹാസംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനം എന്ത് പറയുന്നോ അതുതന്നെയാണ് ഈ ലോകത്തിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നാം പരിശുദ്ധാത്മാ പൂർണ്ണരാണെങ്കിൽ ആത്മാവ് തന്നെ നമുക്ക് സകലതും ഉപദേശിച്ചു തരും. ദൈവത്തോടുള്ള സ്നേഹം നാം ലോകസ്നേഹങ്ങളെ വെറുക്കുകയാണ്. ദൈവത്തോട് നാം പറ്റിച്ചേരുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ച് ദൈവം നമ്മോടുകൂടെ വാസം ചെയ്യും. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ നാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടി കർത്താവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും വേണം. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് യാതൊരു പ്രതികൂലം ആഞ്ഞടിച്ചാലും അതിൻ്റെ മേൽ ശക്തമായ ജയം ദൈവം നമുക്ക് നൽകും. ഒരു ദിവസം നാം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടും വചനവായനയോടും കൂടിയാണെങ്കിൽ അന്നത്തെ ദിവസം വളരെ വിജയകരമായിരിക്കും. അത് ദിനംതോറും നാം അതിനെ പിന്തുടരണം. ദൈവത്തോടുകൂടെ നാം നടക്കണം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ആയതുകൊണ്ട് ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടു. അപ്രകാരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം നടക്കുകയാണെങ്കിൽ, ദൈവത്തോട് പറ്റിച്ചേർന്നുള്ളൊരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ, ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവസന്നിധിയിൽ നാം എടുക്കപ്പെടുവാൻ ഇടയാകും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ മാറി മാറി കഷ്ടതകളുണ്ടാകും. ആ കഷ്ടതകളിൽ നാം പരാജയപ്പെട്ടു പോകത്തില്ല. എല്ലാ കഷ്ടങ്ങളിലും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വലിയ വിജയം നൽകുവാനിടയാകും. ദൈവത്തോടുകൂടെ നാം നടക്കുകയാണെങ്കിൽ ലോകത്തിൽ പൈശാചിക ശക്തികൾ നമുക്ക് എതിരായിത്തീരും. പൈശാചികൻ മനുഷ്യരിൽ കടന്ന് അവർ നമുക്കെതിരായിത്തീരും. എന്നിരുന്നാലും അവരുടെ മേൽ ദൈവം ജയം നമുക്ക് നൽകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ലോകം സകലതും മായയാകുന്നു. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകും. മുൻസ്ഥാനം ദൈവത്തിന് നൽകുകയാണെങ്കിൽ ബാക്കി എല്ലാ അനുഗ്രഹം നമ്മെ പിന്തുടരും. നന്മയും കരുണയും ആയുഷ്കാലം നമ്മെ പിന്തുടരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അബ്രഹാം ദൈവം പറഞ്ഞത് അനുസരിച്ചതുകൊണ്ടാണ് ദൈവത്തെ മുറുകെ പിടിച്ചു ജീവിച്ചു. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വെച്ചു. ദൈവം പറഞ്ഞത് അനുസരിച്ചു. അതുകൊണ്ടാണ് ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തത്. അതുപോലെ ദൈവമക്കളായ നാം ദൈവം എന്ത് പറയുന്നു അത് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിജയകരമായിരിക്കും, വളരെ നന്മയുള്ളതായിരിക്കും, അനുഗ്രഹപൂർണമായിരിക്കും. ദൈവം പറയുന്ന കൽപ്പനകളൊന്നും നമുക്ക് ഭാരമുള്ളവയല്ല. നമുക്ക് പരിശുദ്ധാത്മാവിനാൽ സകലത്തെയും ജയിക്കാൻ കഴിയും. പരിശുദ്ധാത്മാ പൂർണ്ണരാകുകയാണ് ഒന്നാമത്തെ ഘടക. ദൈവത്തെ അറിയുന്ന പരിശുദ്ധാത്മാ പൂർണ്ണരാകണം. ആ നല്ല പരിശുദ്ധാത്മാവ് സകലവും നമ്മെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നമുക്ക് കാണിച്ചു തരും. നാം പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം തന്നെ നമ്മെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്മാറ്റം ഉണ്ടാകരുത്. നാം അറിഞ്ഞ ആദ്യ സ്നേഹത്തിൽ തന്നെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. ആർക്കെങ്കിലും പിന്മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം, കർത്താവേ, എൻ്റെ കുറവുകൾ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവ് എനിക്കുണ്ട്. അതെല്ലാം ദൈവം മാറ്റി, ദൈവമേ ആദ്യ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞ് നമുക്ക് അനുദപിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. നാം മനുഷ്യരാണ്, ബലഹീനരാണ്. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ നിന്ന് വീണു പോകാറുണ്ട്. നമുക്ക് ദൈവത്തോട് അനുദപിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ വീണ്ടും ദൈവപൈതലായി തീരുവാൻ അവസരങ്ങളുണ്ട്. ആയതുകൊണ്ട് ദീർഘക്ഷമയുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നാം ദൈവത്തോട് ക്ഷമ ചോദിച്ച് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ജീവിച്ചാൽ ഏതു രോഗത്തെയും, ഏത് പാപത്തെയും, ഏത് ശാപത്തെയും, ഏത് പ്രതികൂലത്തെയും ജയിക്കുവാൻ ദൈവം നമുക്ക് കരുത്ത് നൽകും.
നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രതിസന്ധികളും നമ്മെ തോൽപ്പിക്കുകയില്ല. നമുക്ക് ജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയമില്ല. അവരുടെ ജീവിതത്തിൽ എന്നും വിജയമാണ്. പിശാചിന് പരാജയമാണ്. അവൻ തോറ്റവനാണ്. സകലത്തെയും ജയിച്ച യേശു കർത്താവ് സകല ദുഷ്ടൻ്റെ മേൽ നമുക്ക് ജയം നൽകി നമ്മെ ജീവോത്സകരമായി വഴി നടത്തും. ആരെങ്കിലും ഈ സമയം മനോഭാരത്താൽ വേദനയാൽ ആയിരിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ദൈവം നമ്മെ മാറോടണച്ച് ഈ ലോകത്തിലെ സകല സ്നേഹത്തെക്കാളും ഏറ്റവും വലിയ സ്നേഹമാണ് ദൈവപിതാവിൻ്റെ സ്നേഹം, യേശു കർത്താവിൻ്റെ സ്നേഹം. ദൈവം നമ്മെ സ്നേഹിക്കും പോലെ ആരും ഈ ലോകത്തിൽ നമ്മെ സ്നേഹിക്കുകയില്ല. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹമാണ് ക്രൂശിൽ നമുക്കായി തന്ന രക്തം. ആ രക്തത്തിൻ്റെ വില നിങ്ങൾക്കറിയാം. ആയതുകൊണ്ട് കർത്താവിലേക്ക്, യേശുവിലേക്ക് പൂർണ്ണമായി ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവസ്നേഹത്തിൽ വസിച്ചാൽ നമ്മുടെ ജീവിതം വളരെ വിജയകരമായി തീരും. പ്രിയ ദൈവമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും കഷ്ടതയിലോ രോഗങ്ങളിലോ മറ്റു പ്രതിസന്ധികളിലോ ആയിരിക്കുന്നുവെങ്കിൽ നിരാശപ്പെടാതെ പിറുപിറുക്കാതെ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവിൻ. യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവിൻ. ഏത് കാര്യത്തെയും സാധ്യമാക്കുവാൻ നമ്മുടെ നല്ല കർത്താവിന് കഴിയും. ഈ ലോകത്തിൽ എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് സകലവും സാധ്യമാകുന്നു. നമ്മുടെ ഏത് അവസ്ഥകളെയും ഏത് വിഷയത്തെയും പരിഹരിക്കുവാൻ എൻ്റെ നല്ല കർത്താവിന് കഴിയും. ആയതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ